ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു അസംബന്ധ നാടകമായി മാറുകയാണ്. സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉടമ്പടിയുണ്ടായാൽ അത് ആരും ലംഘിക്കാറില്ല. എന്നാൽ US-ഇറാൻ സംഘർഷത്തിൽ അതല്ല കാണുന്നത്. പുനരാരംഭിച്ച US-ഇറാൻ ടെൻഷൻസിൻ്റെ ഫലമായി ബ്രെൻഡ് ക്രൂഡ് വീണ്ടും $76 ഉയർന്നിരിക്കുകയാണ്. $76 ബ്രെൻഡ് ക്രൂഡ് പ്രൈസ് ഒരു പ്രശ്നമേ അല്ല. പ്രശ്നം സംഘർഷം വർദ്ധിച്ച് വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതിലേക്ക് നയിക്കുമോ എന്നതാണ്. കാത്തിരുന്ന് കാണണം. US-ഇറാൻ ധാരണയെ തുടർന്ന് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വില $72 താഴ്ന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. കറണ്ട് അക്കൗണ്ട് കമ്മിയും ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് കമ്മിയും പ്രശ്നമല്ലാതായി. രൂപ സ്ഥിരത പ്രാപിച്ചു. ഇതിന്റെ ഫലമായി കഴിഞ്ഞ ഒരു മാസത്തിൽ നിഫ്റ്റി 1000 പോയിന്റാണ് വർദ്ധിച്ചത്. ഈ ഒരു പോസിറ്റീവ് ട്രെൻഡിനെ വീണ്ടും ആരംഭിച്ച US-ഇറാൻ സംഘർഷം ബാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. ഈ അനിശ്ചിതത്വം മാറ്റി നിർത്തി മറ്റ് ഫണ്ടമെന്റൽ ഘടകങ്ങളെ പരിശോധിക്കാം. ചില പ്രധാന കാര്യങ്ങൾ ചുരുക്കി പറയാം. ഒന്ന്, ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും FIIസിന്റെ തുടർച്ചയായ വിൽപ്പനയുമായിരുന്നു ഇന്ത്യൻ വിപണിയെ വിപരീതമായി ബാധിച്ച പ്രധാന ഘടകങ്ങൾ. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും FIIസിന്റെ വിൽപ്പന കുറഞ്ഞതും വിപണിക്ക് വലിയ ആശ്വാസമായിരുന്നു. രണ്ട്, FII ആക്ടിവിറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. FIIs വിൽപ്പന തുടർച്ചയായി കുറച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ FIIs ബയേഴ്സ് ആണ്. മൊത്തം 1991 കോടി രൂപയുടെ ബൈയിങ് ആണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ FIIs നടത്തിയത്. ഇത് വലിയ തുകയല്ലെങ്കിലും ഒരു ഡയറക്ഷണൽ ചേഞ്ച് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഡയറക്ഷണൽ ചേഞ്ച് പ്രധാനമാണ്. 3, ഈ ഡയറക്ഷണൽ ചേഞ്ചിനുള്ള കാരണം എന്താണ്? ഇന്ത്യയിലേക്കുള്ള FII ഇൻവെസ്റ്റ്മെന്റിനെ വിപരീതമായി ബാധിച്ച ഒരു പ്രധാന ഘടകം ചിപ്പ് ട്രേഡ് ആയിരുന്നു എന്ന് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു. പ്രധാനമായും സൗത്ത് കൊറിയയിലെ സാംസങ്ങും SK ഹൈനിക്സും തൈവാനിലെ TSMCയും ഈ 3 ചിപ്പ് ഓഹരികളിലുള്ള ട്രേഡ് ആണ്. ഇതിനെയാണ് ചിപ്പ് ട്രേഡ് എന്ന് പറയുന്നത്. പ്രധാനമായും ഈ ചിപ്പ് ട്രേഡ് ഇപ്പോൾ വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓഹരികളിലുള്ള മികച്ച പ്രകടനം കമ്പനികളുടെ ലാഭത്തിൽ ഉണ്ടായെങ്കിലും ഓഹരികൾ വലിയ വിൽപ്പന സമ്മർദ്ദത്തെ നേരിടുകയാണ്. FIIs have turned in sellers in these 3 stocks. This is important. പ്രധാനമായും ഈ 3 ഓഹരികളിലുള്ള കോൺസെൻട്രേഷൻ റിസ്ക് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ആശങ്കയിൽ ആക്കുന്നത്. Therefore, FIIs are turning buyers in stable markets like India, where the macros are improving and earnings prospects are improving. ഈ ഫണ്ടമെന്റൽ കോണ്ടെക്സ്റ്റിൽ വേണം ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കേണ്ടത്. ഈ പറഞ്ഞ ഫണ്ടമെന്റൽ കോണ്ടെക്സ്റ്റ് പ്രധാനമാണ്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് സൂചിപ്പിക്കുന്നത് സംഘർഷം വഷളാവില്ല എന്നാണ്. എങ്കിലും സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുക. അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്, പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്, എടുക്കാതിരിക്കുക. ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഫൈനാൻഷ്യൽസ്, ഓട്ടോമൊബൈൽസ് എന്നീ മേഖലകളിലെ ഓഹരികൾ ഘട്ടം ഘട്ടമായി ചെറിയ തോതിൽ വാങ്ങുക. ബെസ്റ്റ് വിഷസ്.